ഡെയിലി ബസ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. കൂർമ്മം എന്നത് മഹാവിഷ്ണുവിൻ്റെ രണ്ടാം അവതാരമാണ്. കൂർമ്മം എന്നത് ആമ എന്നർത്ഥം. ഈ അവതാരവുമായി ബന്ധപ്പെട്ട കഥ വളരെ പ്രശസ്തമായ പാൽക്കടൽ മഥനം എന്ന സംഭവമാണ്. ഒരിക്കൽ ദേവന്മാർക്ക് അവരുടെ ശക്തി കുറഞ്ഞുപോയി. അസുരന്മാർ വളരെ ശക്തരായി ദേവന്മാരെ തോൽപ്പിക്കാൻ തുടങ്ങി. വിഷമിച്ച ദേവന്മാർ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ചു. അപ്പോൾ മഹാവിഷ്ണു പറഞ്ഞു, പാൽക്കടൽ മഥിച്ചാൽ അമൃതം ലഭിക്കും. ആ അമൃതം കുടിച്ചാൽ ദേവന്മാർക്ക് വീണ്ടും ശക്തിയും അമരത്വവും ലഭിക്കും. എന്നാൽ പാൽക്കടൽ മഥിക്കാൻ വലിയൊരു മലയും കയറും വേണം. മദനദണ്ഡമായി ഉപയോഗിച്ചത് മന്ദരപർവ്വതം, കയറായി ഉപയോഗിച്ചത് വാസുകി നാഗം. ദേവന്മാരും അസുരന്മാരും ചേർന്ന് മന്ദരപർവ്വതം പാൽക്കടലിലിട്ടു മഥനം ചെയ്യാൻ തുടങ്ങി. പക്ഷെ മല കടലിൽ മുങ്ങിപ്പോകാൻ തുടങ്ങി. ആരാലും അതിനെ താങ്ങാനായില്ല. അപ്പോൾ മഹാവിഷ്ണു ഒരു വൻ ആമയുടെ രൂപമെടുത്തു. അതാണ് കൂർമാവതാരം. വലിയ ആമയായി മാറിയ വിഷ്ണു കടലിൻ്റെ അടിയിൽ കിടന്നു. മന്ദരപർവ്വതം തൻ്റെ പുറത്ത് താങ്ങി നിർത്തി. അങ്ങനെ മല മുങ്ങാതെ നിന്നു. ശേഷം ദേവന്മാരും അസുരന്മാരും ചേർന്ന് പാൽക്കടൽ മഥിച്ചു. അപ്പോൾ പല ദിവ്യ വസ്തുക്കളും പുറത്തെത്തി. കാമധേനു, ഐരാവതം, ലക്ഷ്മി ദേവി, ചന്ദ്രൻ, ഹലഹല വിഷം, അവസാനം അമൃതകുംഭം. ഹലാഹല വിഷം ലോകത്തെ നശിപ്പിക്കാനിരിക്കെ ശിവഭഗവാൻ അത് കുടിച്ച് ലോകത്തെ രക്ഷിച്ചു. അതുകൊണ്ടാണ് ശിവഭഗവാന് നീലകണ്ഠൻ എന്ന പേര് ലഭിച്ചത്. അവസാനം മഹാവിഷ്ണു മോഹിനി രൂപമെടുത്ത് അമൃതം ദേവന്മാർക്ക് നൽകി. ദേവന്മാർ വീണ്ടും ശക്തരായി. ക്ഷമയും സഹനവും വലിയ വിജയത്തിലേക്ക് നയിക്കും. ദൈവം എല്ലായ്പ്പോഴും ലോകത്തെ രക്ഷിക്കാൻ അവതരിക്കുന്നു. കൂട്ടായ പരിശ്രമത്തിന് വലിയ ഫലം ലഭിക്കും. ഹരേ കൃഷ്ണ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.